അയ്യോ അയ്യേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നോക്കടാ ഇത് പാട് കണ്ടോ? വേറെ മാറിയില്ല. നോക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണുന്നുണ്ടോ? ഞാൻ എന്ത് നോക്കാത്ത വണ്ടി കാണ ബസ് എന്താ ഇനി നോക്കോ? ഓ കൊള്ളാം. ഇത് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് സർജറി ചെയ്യട്ടെ. ഞാൻ അവിടെ നിന്ന് ഒരു 50 ദിവസം കവർ വാങ്ങിക്കാം, നമുക്ക് ഒട്ടിച്ച് വെക്കാം. ബുബ അതാണ് നിന്റെ ഐഡന്റിറ്റി, അത് നീ മനസ്സിലാവും. ഓ എന്റെ കാലിന്റെ ആക്സിഡന്റ് കഴിഞ്ഞ വർഷം ഒരു ആറാട്ട്. എല്ലാ കഥയും ഇവർക്ക് ഇങ്ങനെ പറയും, ഒരു വ്ളോഗിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് പറയാൻ കഥകൾ വേണ്ടി. ആ പറയാം, എന്നാലും ഞാൻ പറയാം. ഇത്രയൊക്കെ ആയിട്ട് ഒരു ദിവസം ആറാട്ട് നടക്കായിരുന്നേ. ആറാട്ടെന്ന് വെച്ചാൽ നമ്മളെ മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു അമ്പലത്തിലൊരു പ്രശസ്തമായ പരിപാടിയാണ്. ആനകളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ അതിന് ഇവള് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അവിടെ എത്തി. അപ്പൊ ഇവിടെ ഞാൻ വിളിച്ചപ്പോ ഇവള് പട്ടുപാവാടയൊക്കെ കൊടുത്ത് റെഡി. ചുരിദാർ. അപ്പൊ എന്തോ ഇട്ടിട്ട് റെഡി ആയിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടന്റും കൂടെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇവള് ഇറങ്ങിയിട്ട് കുറെ നേരമായിട്ടും പറഞ്ഞില്ല. ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് നീയാണോ നിന്റെ അമ്മയാണ് എടുത്തത്? വീണ് ഇവളെയാണ് എടുത്തത്. വീണ് സൗണ്ട് ഒക്കെ ഒരുമാതിരി വീണ് ആശുപത്രിയിലോട്ട് പോണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത്. വീഴ്ചകൾ പലതും വീണിട്ടുണ്ടെങ്കിലും ആശുപത്രി വരെ എത്തിയിട്ടില്ലായിരുന്നു. ഈ പൂവാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാ എന്റെ പേര് നേരത്തെ പറഞ്ഞ. അത് കഴിഞ്ഞ് നഖം വെക്കണ പൂവല്ലേ? വീഴ്ചകൾ പലതും വീണിട്ടുണ്ടെങ്കിലും ഇതൊരു 1.5 വീഴ്ചയായിരുന്നു. മഞ്ഞ കാർ എന്തോന്നിത് കേട്ടറേ. അപ്പൊ ഇവളിങ്ങനെ വീണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അനന്തൂരിനെ എടുത്ത് വണ്ടി എടുത്ത്. എനിക്ക് അപ്പൊ ബൈക്ക് ഓട്ടിക്കാറുണ്ട്. അവിടെ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അവന്റെ ബൈക്ക് എടുത്തോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ട് ആശുപത്രി പോയി നോക്കിയപ്പോ ഒരാൾ വീൽ ചെയറിലിരിക്കുന്നു. കാലൊക്കെ മുറിഞ്ഞ് കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറേ ദിവസം കിടന്ന് അനുഭവിച്ചു അല്ലേ. ഞാൻ ഇന്നേ വരെ ആശുപത്രിയില് അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല എനിക്ക്. എന്ന് വെച്ചാ പനിയായി ഓക്കെ അങ്ങനെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട്. മുറിഞ്ഞ് ഈ ഡ്രസ് ചെയ്യണ കാര്യമൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടൊക്കെ പേടിയാണ്. അപ്പൊ ഇത് ഇത്രയും നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. ഇപ്പോഴത്തെ കൈ കാണിച്ചു കൊടുറി. ഈ കയ്യില് ഇത് ഇപ്പൊ തൊലിയൊക്കെ വന്നതാണ്. ഇതിന് മുമ്പ് തൊലിയൊന്നും ഇല്ല, നല്ല കരിക്കട്ടായിരുന്നു. അന്ന് കണ്ടപ്പോ ഈ ടാറിലിങ്ങനെ കുത്തി വീണ് ഇവിടെ വീണ് കിടന്ന് അവിടെ ആരൊക്കെയോ വിളിച്ചെടുത്തോണ്ട് ആശുപത്രി 1.5 ഇഞ്ച് ആഴം ഉണ്ടായിരുന്നു എന്റെ കാലിലെ മുറിവിന്. അത് ഉണങ്ങാൻ തന്നെ നല്ല ടൈം എടുത്തു. എന്നിട്ട് അതും കെട്ടി വെച്ചിട്ട് ഞാൻ വിഷു ഷൂട്ടിന് പോയി. അതൊക്കെ ഒരു കാലം. ഒരു വർഷമാവും അതൊക്കെ നടന്നു. എടാ ഇന്ന് എത്രാം തീയതി? ഞാനിവളും പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 2 വർഷമായി. 12 ജൂലൈ 5 എന്തോ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അത് 2 വർഷം മുമ്പ്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞ്. ഒരു ടൈം ട്രാവൽ മെഷീൻ കിട്ടിയ ഞാൻ പെട്ടെന്ന് പോയി ആ മീറ്റിംഗ് ഒന്ന് മാറ്റി. ആ മീറ്റിംഗ് മാറ്റി കുറച്ച് നേരത്തെ ആക്കും. എപ്പടി കക്കാൻ പഠിച്ചാ പോലെ നിക്കാനും പഠിക്കുന്നത്. ഓഡിയൻസ് ഏതൊക്കെ കുറച്ച് ഓഡിയൻസേ പ്രപ്പോസൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത് എങ്ങനെ ഇരിക്കും പോവാ? ഇങ്ങനെ ഇരിക്കും മകം. ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇതിലും വലിയ അപമാനം എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യട്ടാ. സ്വാതി നീ അവളോ അഴക്ക് ചുണ്ടിട്ട് കൊട്ടിടോ നില്ലിക്കാളെ എന്റെ പ്രപ്പോസൽ ചെയ്യാണ്. ഇങ്ങോട്ട് നീക്കി. ക്രിഞ്ചായിരിക്കും അല്ലെങ്കിലേ സംസാരിക്കാം. നിന്റെ ഇതും കൂടെ കിട്ടണം. കിട്ടൂല. ആക്റ്റീവ് ട്രാക്ക് നിന്റെ ആക്റ്റീവ് ട്രാക്ക് ഓണാക്ക്. എന്നിട്ട് നീ എന്റെ അടുത്തോട്ട് വാ. ക്യാമറ ഒന്ന് തിരിയാ. നിന്റെ ആക്റ്റീവ് ട്രാക്ക് ഓണായ. ഓക്കെ പറയട്ടാ. സ്വാതി നിനക്ക് എന്നെക്കാളും നല്ലൊരു ഓപ്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ അത്രയും നല്ലൊരു മനുഷ്യരാണ്. നിനക്ക് നോ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം.
ഇതൊക്കെ നീ ഇടാൻ പോവേണ ഈ കാണുന്ന ഒരു ക്രിഞ്ചെടുത്ത് ചാവും, അവര് തുപ്പും. അയ്യേ ശരി ശരി, എങ്കിൽ വേറെ രീതിയിൽ പറയാം. ചിന്ന ഒന്ന് പ്രപ്പോസ് ചെയ്യടാ. ചിന്ന തലയിട്, ഇങ്ങോട്ട് വാടാ, മൈക്ക് വാടാ ഇങ്ങോട്ട് വാ. നീ ഒരു പെങ്കൊച്ചിനെ പ്രപ്പോസ് ചെയ്യ, എങ്ങനെയായിരിക്കും നീ പ്രപ്പോസ് ചെയ്യണത്? അയ്യേ വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. നിന്റെ ഒരു പെങ്കൊച്ചിന്റെ പേര് പറ. നിനക്ക് ഇഷ്ടമുള്ള ഒരു പെങ്കൊച്ചിന്റെ പേര് പറ. അതൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല അല്ലേ? തലയിടറി, നിന്നെ അല്ല കാണിക്കണം, അവരെ കാണിരിക്കും. ഇതൊക്കെ വരുവേ, കമന്റില് വരുവേ ഈ ശ്രേയ ആരെന്നൊക്കെ പറ. ശ്രേയ ചെപ്പ അടിച്ച് പൊട്ടിക്കോ അവള്. എന്തെങ്കിലും ഇതായിട്ട് പറയാം, ഇമോഷണൽ ആയിട്ട് പറയാം. ശ്രേയ നിന്നെ എനിക്ക് രാജകുമാരിയെ പോലെ നോക്കാനൊന്നും പറ്റില്ല, അങ്ങനെ പറയണം. അതാണ് കണ്ടന്റ്. പറ അഭിനയിച്ചാണ് മിണ്ടായില്ലടാ, എനിക്ക് തന്നെ കേട്ടിട്ട് ഒരുമാതിരി പറഞ്ഞു. അടുത്ത നീയാണ്. ശരി, നീ എന്നെ പ്രപ്പോസ് ചെയ്യ് നോക്കട്ടെ. അപ്പൊ വാ, തോന്നിയ കാണിക്കല്. പ്രപ്പോസ് ചെയ്യ്. എനിക്ക് അങ്ങനെ പ്രപ്പോസ് ചെയ്യണേ അങ്ങോട്ട്. അല്ല ഇത് അഭിനയമല്ലേ. എന്നാലും എനിക്കങ്ങനെ പറയാറുള്ളൂ, അഭിനയിക്ക്. ഒരു സിറ്റുവേഷൻ വന്നാ നീ എങ്ങനെ അഭിനയിക്കും? എന്റെ അടുത്ത് പറയാൻ അഭിനയിക്കണ അത് സ്ക്രിപ്റ്റ് തരുമല്ലോ, നീ സ്ക്രിപ്റ്റ് താ. അതുപോലെ ഞാൻ സ്ക്രിപ്റ്റ് തരാം, അതായത് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഞാനെന്ന് പറയുന്നത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു പയ്യനാണ്. നീ എന്ന് പറയുന്നത് എന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ നിനക്ക് എൻ്റെ അടുത്ത് അഗാധമായ പ്രണയമുണ്ട്, പക്ഷെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തകരുമെന്ന് പേടിച്ച് നിനക്കത് പറയാൻ ഒരു മടി. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ആണോ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ നീ ഇത് പറ, പെട്ടെന്ന് പറ. ഫ്രണ്ട്ഷിപ്പ് തകരാൻ പാടില്ല. എന്നെ കൊണ്ടത് പറ്റൊന്നുമില്ല. ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞ മോശം നാണക്കേടാ. ഇപ്പൊ നാണക്കേട്, ആർക്ക് നാണക്കേട്? എനിക്ക് നാണക്കേടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ ലവ് യു ചിന്ന, ഐ ലവ് യു എന്നെങ്കിലും പറഞ്ഞില്ല. നീ എന്തിനു ഐ ലവ് യു? അയ്യേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അയ്യേ മതിയാ? പറഞ്ഞില്ല. നീ അതിൽ നോക്കി പറഞ്ഞ, നീ എന്നെ നോക്കി പറയണ്ട. അടിച്ചാവാ. നീ പറ, നീ അതിൽ നോക്കി പറയാ, നീ എന്നെ നോക്കി പറയണ്ട. സ്ക്രിപ്റ്റ് പഴം തരാം നിനക്ക്. പറയടി അതിൽ നോക്കി. ഐ ലവ് യു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ആരെങ്കിലും മതിയാ? ഇവിടെ അടിച്ച് കൊല്ലാൻ പറഞ്ഞത്. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ക്യാമറ നിനക്കല്ല പ്രപ്പോസ് ചെയ്യണം, എനിക്ക് എന്റെ ഓഡിയൻസിൽ ആരെങ്കിലും ഒരാളെ പ്രപ്പോസ് ചെയ്യണം. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യും, പക്ഷെ കാണുന്നവർക്ക് കുറച്ച് തൊരുക്കട്ടി വേണം കേട്ടോ. എനിക്കിപ്പോ 28 വയസ്സായി. ഇതുവരെ കിട്ടുന്നില്ല. ചുമ്മാരി ഒരു വിധത്തിലാണ് ഞാൻ പറയുന്നത്. ഹായ്, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു 28 വയസ്സുണ്ട്. വയസ്സൊരു പ്രശ്നമല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഒന്ന് ചോദിക്കാം. എനിക്കങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും താല്പര്യമില്ലെന്നല്ല, കിട്ടിയാ കൊള്ളാം. സമയമില്ലേ? വയസ്സ് കുറേ. കുട്ടിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. അല്ല, ഞാൻ ഈ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാം. ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യാറുള്ളത്? ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അതെ, എനിക്ക് ഇയാളുടെ ഒരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറ, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. നീ ചുമ്മാ എനിക്ക് 22 വയസ്സായിട്ടുണ്ട്. അതിന് ഞാൻ 23ാമത്തെ വയസ്സിൽ എങ്കിലും നമുക്കൊന്ന് ഒരാളെ കണ്ടുപിടിച്ചൊക്കെ സെറ്റിൽ ആവണം. ഞാൻ 23 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കണം, എന്നാലല്ലേ ബാക്കി ഡേറ്റ് ചെയ്തിട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ. അമ്പടി പുളുസോ ഇയാളെന്തോ നിൽക്കും. ഞാൻ ക്യാരക്ടറാ. ഓ അങ്ങനെ ക്യാരക്ടറായിട്ട് പറയുന്നത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാം അല്ലേ? പിന്നെ അങ്ങനെ തിരിച്ച് റിപ്ലൈ പറഞ്ഞേ നീ. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. എനിക്ക് നിന്നെ ഭയങ്കര കംഫർട്ടാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചോട്ടോ. അമ്മ വഴക്ക് പറയും. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കണം. എനിക്ക് അമ്മ വല്ലതും പറഞ്ഞാലേ എനിക്ക് ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ഇങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറയല്ലേ, എനിക്ക് അതൊന്നും ഇഷ്ടമില്ലേ. ഞാനാണെങ്കിൽ നിന്നെ അപ്പം തന്നെ റിജക്റ്റ് ചെയ്യും പോവുക. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ഞാൻ ഒരു ലെവലിൽ എത്തിയതിനു ശേഷമാണ് എനിക്കൊരു പ്രണയ ജീവിതം എന്നുള്ളൊരു ആഗ്രഹമുള്ള. അപ്പൊ 35-ാമത്തെ വയസ്സിൽ കാണയാടി. ഇപ്പൊ എനിക്കൊരു ഗോളുണ്ട്. ഷഷ്ടിപൂർത്തിയുടെ കൂടെ കല്യാണം കൂടെ നടത്തിയാലാ. ഷഷ്ടിപൂർത്തി അല്ലടി, ഷഷ്ടിമൂർത്തി. മൂർത്തി അല്ല, ഷഷ്ടിമൂർത്തി. ഷഷ്ടിപൂർത്തി. ഷഷ്ടിപൂർത്തി എന്നാണ് അല്ലേ? എനിക്കറിഞ്ഞു. അയ്യോ, ഇതിൽ നിന്നെ കാണില്ല. ഷഷ്ടിമൂർത്തി. മൂർത്തി. മൂർത്തി എന്നാ പറയുന്നത്. ഷഷ്ടിമൂർത്തി. ശരി, നീ പറയടാ. ഷഷ്ടിമൂർത്തി. ആ സൂപ്പർ, കറക്റ്റ് സാധനം. അയ്യോ, നമ്മൾ അവിടെ നിന്ന് ഓണാക്കിയതാണിത്. വീടത്താറായി. 16 പിന്നെന്തിനാ റെക്കോർഡായി കിടക്കുന്നു. പക്ഷേ ബൈ. വ്ളോഗിൽ വരില്ല കേട്ടോ.